രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് വി.ഡി. സതീശൻ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിർണായകമായ ഈ തീരുമാനത്തിന് പിന്നാലെ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് മുതിർന്ന നേതാവ് കെ.സി. വേണുഗോപാൽ രംഗത്തെത്തി. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത് എന്ന പ്രഖ്യാപനത്തോടെ സതീശനും പുതിയ സർക്കാരിനും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ വരാനിരിക്കുന്ന പുതിയ ഭരണകൂടത്തിന് കീഴിൽ കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തെ അടയാളപ്പെടുത്തുന്ന നിർണായകമായ ഒരു ചുവടുവെപ്പാണ് വി.ഡി. സതീശന്റെ കടന്നുവരവിലൂടെ ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. പതിറ്റാണ്ടുകളായി പാർട്ടിയെ നിയന്ത്രിച്ചു പോന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെയും പരമ്പരാഗത സീനിയോറിറ്റി തത്വങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് മികവിനും ജനസ്വാധീനത്തിനും മുൻഗണന നൽകുന്ന ഒരു പുതിയ ശൈലിയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെപ്പുകൾക്ക് അതീതമായി പാർട്ടിക്ക് പൊതുസ്വീകാര്യനായ ഒരു നേതാവിനെ കണ്ടെത്തിയത് അണികൾക്കിടയിൽ വലിയ ആവേശം പടർത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വം കെട്ടിപ്പടുക്കാനും ഈ മാറ്റം സഹായിക്കുമെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. യുവത്വത്തിന്റെയും അനുഭവ പരിചയത്തിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കാനുള്ള ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ കെ.സി. വേണുഗോപാൽ സ്വീകരിച്ച നിലപാടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നിട്ടും പാർട്ടിയുടെ ഐക്യത്തിനും അച്ചടക്കത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. വി.ഡി. സതീശൻ കേരളത്തിൽ തിളക്കമാർന്ന ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച അദ്ദേഹം പുതിയ സർക്കാരിന് തന്റെ അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്തു. താൻ എന്നും അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കാണ് താൻ വില കൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയ വേണുഗോപാൽ തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നവർക്ക് മറുപടി നൽകുന്നതിനേക്കാൾ പാർട്ടിയുടെ കെട്ടുറപ്പിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് വൈകാരികമായി പ്രതികരിച്ചു. വിയോജിപ്പുകളുടെയും ഗ്രൂപ്പ് തർക്കങ്ങളുടെയും സാഹചര്യങ്ങളെ പാർട്ടിയുടെ പൊതുനന്മയ്ക്കായി വഴിമാറിക്കൊടുക്കുന്ന ഒരു മുതിർന്ന നേതാവിന്റെ മാതൃകാപരമായ രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. യു.ഡി.എഫിലെ രണ്ടാമത്തെ പ്രബല ശക്തിയായ മുസ്ലിം ലീഗ് വി.ഡി. സതീശന്റെ കടന്നുവരവിനെ വലിയ രാഷ്ട്രീയ പ്രതീക്ഷകളോടെയും ആവേശത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. സതീശന്റെ സ്ഥാനാരോഹണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച മാറ്റമാണെന്ന് ലീഗ് നേതൃത്വം ഒന്നടങ്കം പ്രഖ്യാപിച്ചു. ഭരണരംഗത്തും രാഷ്ട്രീയത്തിലും പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും സതീശന്റെ നേതൃത്വത്തിന് കീഴിൽ കേരളത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു ശക്തമായ ഭരണം കാഴ്ചവെക്കാൻ യു.ഡി.എഫിന് കഴിയുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഹൈക്കമാൻഡ് എടുത്ത ഈ ധീരമായ തീരുമാനത്തിന് പിന്നിൽ ലീഗ് നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണയും നിർണായകമായിരുന്നു. വരും ദിവസങ്ങളിൽ മുന്നണി സംവിധാനത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാനും ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും സതീശന്റെ ഊർജ്ജസ്വലമായ നേതൃത്വം കരുത്തു പകരുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. സതീശൻ നല്ല നാളേക്ക് കേരളത്തെ നയിക്കുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹകരണവും ലീഗ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വി.ഡി. സതീശന്റെ കടന്നുവരവ് കോൺഗ്രസ് അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര സമവാക്യങ്ങളിൽ ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പതിറ്റാണ്ടുകളായുള്ള സീനിയോറിറ്റിയും ഗ്രൂപ്പ് പാരമ്പര്യവും മറികടന്നുകൊണ്ടുള്ള ഹൈക്കമാൻഡ് തീരുമാനം മുതിർന്ന നേതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലുള്ളവരിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. താൻ ഇന്നും പാർട്ടി അച്ചടക്കം പാലിച്ചിട്ടും അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരമാണ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാവുന്ന ഒരു പ്രധാന തലവേദനയായി മാറിയേക്കാം. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന അതിപ്രധാനമായ ദൗത്യമാണ് സതീശന് മുന്നിലുള്ളത്. ഭരണരംഗത്ത് യുവജനങ്ങളെയും പ്രവാസികളെയും കേന്ദ്രീകരിച്ചുള്ള നൂതനമായ വികസന മാതൃകകൾ അവതരിപ്പിക്കാനും ഘടകകക്ഷികളെയും പാർട്ടിക്കുള്ളിലെ അതൃപ്തരായ നേതാക്കളെയും ഒരേപോലെ വിശ്വാസത്തിലെടുത്ത് ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ മുന്നോട്ടു പോകാനും അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ ഈ വടംവലികൾക്കിടയിലും ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള സുസ്ഥിരമായ നീക്കങ്ങൾ സതീശൻ സർക്കാരിന് അനിവാര്യമാണ്. വി.ഡി. സതീശന്റെ സ്ഥാനാരോഹണത്തിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു പരിവർത്തനത്തിനാണ് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കിക്കൊണ്ടുള്ള ഈ ചുവടുവെപ്പ് യു.ഡി.എഫിന് പുതിയൊരു ഊർജ്ജവും ദിശാബോധവും നൽകുമെന്ന് ഉറപ്പാണ്. ഹൈക്കമാൻഡിന്റെ ഈ ധീരമായ തീരുമാനത്തെ കെ.സി. വേണുഗോപാലിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ നിരുപാധികം പിന്തുണയ്ക്കുന്നത് പാർട്ടിയുടെ ഐക്യത്തിന് ശുഭസൂചനയാണെങ്കിലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അതൃപ്തരായ നേതാക്കളെ ചേർത്ത് പിടിക്കുക എന്നത് സതീശന്റെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയെയും മുന്നണിയെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുക എന്നതാകും പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഥമവും പ്രധാനവുമായ പരീക്ഷണം.
കേരളത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി ഈ സർക്കാർ നിലകൊള്ളും. പാർട്ടിക്കുള്ളിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും രമ്യമായി പരിഹരിക്കപ്പെടും എന്ന സതീശന്റെ പ്രഖ്യാപനം അണികളിലും പൊതുജനങ്ങളിലും വലിയ വിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെല്ലുവിളികളെ അവസരമാക്കി മാറ്റി കേരളത്തെ ഒരു പുതിയ വികസന മാതൃകയിലേക്ക് നയിക്കാൻ സതീശൻ സർക്കാരിന് സാധിക്കുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.